Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 4 സെമസ്റ്റർ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ഓൾറെഡി 5 പേപ്പേഴ്സിന്റെയും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് ബികോം BBA സ്റ്റുഡൻസിന്റെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ബാങ്ക്സിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും 1 or 2 വരുന്നതാണ്, നിർബന്ധമായും പഠിക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരെണ്ണം പറയുകയാണെങ്കിൽ ഫോറിൻ ബാങ്ക് എന്താണ്, ഫോറിൻ ബാങ്ക്സ് എന്താണ്, അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ബാങ്ക് എന്താണ്, എക്സ്ചേഞ്ച് ബാങ്ക്സ് എന്താണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ്, ഞാൻ 1-2 എക്സാമ്പിളോടെ പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് ചെക്ക് ചെയ്യുക. അതിൽ എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം 1 or 2. അപ്പോൾ ഞാൻ ടൈപ്സ് എന്ന് എഴുതുന്നുണ്ട്, ടൈപ്സ് ഓഫ് ബാങ്ക്സ് ഉള്ളത്, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ നമുക്ക് ബുക്കിൽ നോക്കിയാൽ കാണാൻ സാധിക്കും, കവർ ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് RBIനെ പറ്റിയിട്ട് എല്ലാ പേപ്പറിലും ചോദിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഒബ്ജക്റ്റീവ്സ് ഒക്കെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ നെക്സ്റ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, അതിൽ കോസ പ്രാക്സ്, അത് അതിൽ വരുന്നതല്ല, നെക്സ്റ്റ് ഒരു സജഷനാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് RBI. ഇനി നെക്സ്റ്റ് ഒരു സജഷൻ, ഓവർ ഡ്രാഫ്റ്റ് എന്താണ്, ഓവർ ഡ്രാഫ്റ്റ് എന്താണ്. ദെൻ കോസ പ്രോക്സിമ, ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ വന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, കോസ പ്രോക്സിമ എന്താണ് നോക്കിയിരിക്കണം. ദെൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യം, ATM എന്താണ്. അതുപോലെ തന്നെ മൊബൈൽ ബാങ്കിങ് എന്താണ്, മൊബൈൽ ബാങ്കിങ് റിപ്പീറ്റ് ചോദ്യമാണ്. അതുപോലെ തന്നെ ടെലി ബാങ്കിങ് എന്താണ്, ടെലി ബാങ്കിങ്, ഇതൊക്കെ റിപ്പീറ്റ് ചോദ്യങ്ങളാണ് കേട്ടോ. പല പേപ്പറുകളിലും കണ്ടിട്ടുള്ളതാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് ചെക്കിനെ പറ്റിയിട്ടുള്ളത്. അതിലിപ്പോൾ ചെക്ക് എന്താണ്, ചെക്ക് എന്താണ്, പലതരത്തിലുള്ള ചെക്കുകളിൽ ഏതെങ്കിലും 1 or 2 വരുന്നതാണ്. അപ്പോൾ ടൈപ്സ് നോക്കിയിരിക്കണം. അതിലിപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ സ്റ്റെയിൽ ചെക്ക് എന്താണ്, സ്റ്റെയിൽ ചെക്ക് എന്താണ്. അതുപോലെ തന്നെ ഓർഡർ ചെക്ക് എന്താണ്, ഞാനിങ്ങനെ എഴുതണമല്ലോ. ഡിസോണർ ഓഫ് ചെക്ക് എന്താണ്, ഡിസോണർ ഓഫ് ചെക്ക് എന്താണ്, ഇതൊക്കെ നോക്കണം കേട്ടോ. നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ചെക്കിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യമാണ് ഡിസോണർ കേട്ടോ. ഡിസോണർ ഓഫ് ചെക്ക് എന്താണ് നോക്കിയിരിക്കണം. ദെൻ നെക്സ്റ്റ് ക്രൂസിങ് റിപ്പീറ്റ് ചോദ്യമാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, നെഗോഷ്യബിൾ, ഇതൊക്കെ റിപ്പീറ്റ് ആണ്. ഇൻസ്ട്രുമെന്റ് എന്താണ്, ഇൻസ്ട്രുമെന്റ് എന്താണ്. അതുപോലെ തന്നെ ക്രൂസിങ് ഓഫ് ചെക്ക് എന്താണ്, ക്രൂസിങ്, അതിൽ പലതരത്തിലുള്ള ക്രൂസിങ്ങിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാറുണ്ട്. ഇപ്പോൾ ജനറൽ ക്രൂസിങ് എന്നോ അങ്ങനെ ടൈപ്സ് ഇല്ലേ ക്രോസിങ്ങിൽ, അത് നോക്കിയിരിക്കണം. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ്, അപ്പോൾ ടൈപ്സ് പലതരത്തിലുള്ള ക്രോസിങ്ങിൽ ഏതെങ്കിലും ഒരെണ്ണം വരാം കേട്ടോ. അപ്പോൾ അത് നോക്കി വയ്ക്കുക. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ബയോമെട്രിക് പേയ്മെൻറ്റ് എന്താണ്, വളരെ ഈസി. ബയോമെട്രിക് പേയ്മെൻറ്റ്സ് എന്താണ് നോക്കിയിരിക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇൻഷുറൻസിൻ്റെ ഏരിയയിൽ നിന്നുള്ള റിപ്പീറ്റ് ചോദ്യങ്ങളുണ്ട്. ഇതിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഈ പേഴ്സ് എന്താണ് ചോദിക്കുന്നതാണ് കേട്ടോ. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ഈ പേഴ്സ് എന്താണ്.
അതുപോലെ തന്നെ നെഫ്റ്റ് എന്താണ്, ഇതൊക്കെ ഈസിയാണ്. നെഫ്റ്റ് എന്താണ്, RTGS എന്താണ്, ECS എന്താണ്, ഇതൊക്കെ നോക്കിയിരിക്കണേ. ഡെബിറ്റ് കാർഡ്, ഇതൊക്കെ ഈ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഡെബിറ്റ് കാർഡ് എന്താണ്, ക്രെഡിറ്റ് കാർഡ് എന്താണ്, ഇതൊക്കെ ഈസി, എല്ലാവർക്കും അറിയുന്ന ചോദ്യങ്ങളാണ്. ഇതൊക്കെ പഠിച്ചു വയ്ക്കുക. ഇനി ഇൻഷുറൻസിൻ്റെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഇൻഷുറൻസ് എന്താണ് നോക്കിയിരിക്കണം. അതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ഇൻഷുറൻസിൻ്റെ പലതരത്തിലുള്ള ഇൻഷുറൻസ്, ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ്, ലൈഫ്, മെറൈൻ ഇൻഷുറൻസ് പോളിസി എന്താണ്, മെറൈൻ ഇൻഷുറൻസ്, ഇതൊക്കെ റിപ്പീറ്റാണ്. മെറൈൻ ഇൻഷുറൻസ് പോളിസി ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ വന്നിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ, മെറൈൻ ഇൻഷുറൻസ് പോളിസി. അതുപോലെ തന്നെ സോഷ്യൽ ഇൻഷുറൻസ് എന്താണ്, ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ വന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണത്. പിന്നെ ഉള്ളതാണ് റീ ഇൻഷുറൻസ് എന്താണ്, റീ ഇൻഷുറൻസ് എന്താണ്, ഡബിൾ ഇൻഷുറൻസ് എന്താണ്, റിപ്പീറ്റാണ് ഡബിൾ ഇൻഷുറൻസ്. പിന്നെ നോമിനി ഇൻ ആൻ ഇൻഷുറൻസ് പോളിസി, ആരാണ് നോമിനി, നോമിനി ഇൻ ആൻ ഇൻഷുറൻസ് പോളിസി, ആരാണ് നോമിനി ചോദിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണെങ്കിൽ നോ ക്ലെയിം ബോണസ് എന്താണ്, നോ ക്ലെയിം ബോണസ് എന്താണ്, ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് എന്താണ്, ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് എന്താണ്, അതൊക്കെ പഠിക്കണേ. ഇതിനായിട്ട് മുമ്പ് കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. പിന്നെ നെക്സ്റ്റ് ഒരു സജഷൻ, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്താണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. പിന്നെ ബാങ്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏരിയയിൽ കറണ്ട് ഡിപ്പോസിറ്റ്, കറണ്ട് ഡിപ്പോസിറ്റ് എന്താണ്, ടേം ഡിപ്പോസിറ്റ് എന്താണ് നോക്കിയിരിക്കണം. കറണ്ട് ഡിപ്പോസിറ്റ്, ടേം ഡിപ്പോസിറ്റ്, ഓക്കെ. പിന്നെ റിപ്പോ റേറ്റ് എന്താണ്, റിപ്പോ റേറ്റ് എന്താണ്, ക്യാഷ് റിസർവ് റേഷ്യോ, ക്യാഷ് റിസർവ് റേഷ്യോ എന്താണ്, പിന്നെ SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, SLR എന്താണ്, ഇതൊക്കെ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ്. പിന്നെ ഇൻഷൂറർ ആരാണ്, ഇൻഷൂറർ ആരാണ്, 4 ഇൻഷുറൻസ് കമ്പനീസിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. ഏതെങ്കിലും മെൻഷൻ എനി 4 ഇൻഷുറൻസ് കമ്പനീസ് ഇൻ ഇന്ത്യ, ഓക്കെ, പ്രതീക്ഷിക്കുന്ന ചോദ്യമാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് 1-2 സജഷൻ കൂടിയും പറയാനുള്ളത്. സ്വിഫ്റ്റ് എന്താണ്, പറയാൻ വിട്ടുപോയതാണ്, സ്വിഫ്റ്റ് എന്താണ്. പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്കിനെ പറ്റിയിട്ട്, കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണ്. പിന്നെ ഇൻഷുറൻസിൽ നേരത്തെ കൊമേഴ്ഷ്യൽ ബാങ്ക്. പിന്നെ ടേം ഇൻഷുറൻസ്, ഇൻഷുറൻസിൽ നേരത്തെ പറയാൻ വിട്ടുപോയൊരു ചോദ്യമാണ്, ടേം ഇൻഷുറൻസ് എന്താണ്, ഓക്കെ. സോ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള 2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ. ഞാനൊരു പരിധിവരെ എല്ലാതും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. മിക്ക പേപ്പറുകളിലും ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുള്ളതാണ്. സോ ഇതിൽ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിൽ പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സിലെ ഏതെങ്കിലും 1-2 ഫോറിൻ ബാങ്ക്, എക്സ്ചേഞ്ച് ബാങ്ക്സ്, അങ്ങനെ പലതരത്തിലുള്ള ബാങ്ക്സ് ഉണ്ടല്ലോ. അത് ഒബ്ജക്റ്റീവ്സ് ഓഫ് RBI, ഓവർ ഡ്രാഫ്റ്റ് എന്താണ്, കോസ പ്രോക്സിമ, ATM എന്താണ്, മൊബൈൽ ബാങ്കിങ്, ടെലി ബാങ്കിങ്, ചെക്ക് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചെക്കിൽ ഏതെങ്കിലും 1-2, സ്റ്റെയിൽ ചെക്ക്, ഓർഡർ ചെക്ക്, ഡിസോർഡർ ഓഫ് ചെക്ക്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്താണ്, ക്ലോസിംഗ് ഓഫ് ചെക്ക്, ജനറൽ ക്ലോസിംഗ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോസിംഗ് നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ ബയോമെട്രിക് പേയ്മെൻറ്റ്സിനെ പറ്റിയിട്ട്, അതുപോലെ തന്നെ പേഴ്സ് എന്താണ്, പിന്നെ നെഫ്റ്റ്, RTGS, ECS, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ എല്ലാ പേപ്പറിലും വരുന്നതാണ്. ഇൻഷുറൻസിൻ്റെ ബേസിക് ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ഇൻഷുറൻസ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, പിന്നെ ലൈഫ് ഇൻഷുറൻസ്, മെറൈൻ ഇൻഷുറൻസ്, സോഷ്യൽ ഇൻഷുറൻസ്, റീ ഇൻഷുറൻസ്, ഡബിൾ ഇൻഷുറൻസ്, നോമിനി ഇൻ ഇൻഷുറൻസ് പോളിസി, നോ ക്ലെയിം ബോണസ്, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്താണ്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കൺസെപ്റ്റ്, കറണ്ട് ഡിപ്പോസിറ്റ്, ടൈം ഡിപ്പോസിറ്റ്, ഇതൊക്കെ നോക്കാം. റിപ്പോ റേറ്റ്, ക്യാഷ് റിസർവ് റേഷ്യോ, SLR, ഇൻഷൂറർ, ഇൻഷുറൻസ് കമ്പനീസിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. സ്വിഫ്റ്റ്, പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണ്, പിന്നെ ടീം ഇൻഷുറൻസ് എന്താണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതിനായിട്ട് മുമ്പ് ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങൾ. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ് വരുന്ന ഇതാണ്.
ദെൻ അതിനുശേഷം എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ ഇതാണ്. ആൻഡ് ഫൈനലി ഇത്. സോ നമ്മൾ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളും അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യാനുണ്ട്. സോ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൊക്കെ ഷുവറായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോസ് ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സിയേഴ്സ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.